ഹായ്. അപ്പോൾ നമ്മുടെ നൊമാറ്റോൻ്റെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ വളരെ ഫസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഓട്ടോമേഷൻ. ഇൻസ്റ്റഗ്രാമിൻ്റെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാർക്കുള്ള ഓട്ടോ റിപ്ലൈ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് എൻ്റെ പേജിൽ തന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനിപ്പോൾ ഏകദേശം 1130 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ ഈ ഒരു റിപ്ലൈ. അപ്പോൾ ഈ റിപ്ലൈ ഇതൊക്കെ എന്താണ്, നമ്മൾ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഇപ്പോൾ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരോ അവർക്കൊക്കെ അവരെ പേജിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കമൻറ്റിന് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു സർവീസ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ വന്നത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്, എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവും, പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആഡ് കൊടുക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ നല്ല ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബിസിനസ് സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് നമ്മളെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ mybis.online എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓട്ടോമേഷനിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. ഓക്കെ, അതിൽ വാട്സപ്പും ഇമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു വർക്ക് ഫ്ലോ ഉണ്ട്. ഇതിൽ ഞാൻ വേറൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് മൈ ഇൻസ്റ്റ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഇതൊക്കെ ഇത് പല പേര് കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇത് നമ്മളൊരു മംദാനി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇയാളെ കണ്ടില്ലേ, ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അയാളുടെ പേരിലാണ് ഞാനത് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മംദാനി നമ്മളൊരു പേര് കൊടുക്കുന്നതാണ്, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാം കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ കുറേ പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ റീലുകളും നമുക്കിവിടെ കിട്ടും. ഇവിടെ കണ്ടില്ലേ, നമ്മൾ സെലക്ട് ചെയ്തത് മാത്രം എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു സെലക്ഷൻ്റെ ഒരു ഐക്കൺ കാണിക്കും. കണ്ടില്ലേ, ഈ ഒരു ഐക്കൺ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണോ സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്തതിനനുസരിച്ചിട്ടാണ് റിപ്ലൈ പോകുന്നത്. അതേപോലെ തന്നെ എന്ത് റിപ്ലൈ ആണ് പോകേണ്ടതെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഈ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, പിന്നെ ലിങ്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനം, ഇമേജ് വോയിസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് അതിൻ്റെ കൂടെ തന്നെ DM ചെയ്യുകയാണെങ്കിൽ അതും കൂടെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് സർവീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു സർവീസ് മാത്രമല്ല, വേറെ ഒരുപാട് സർവീസ് ഉണ്ട്. പിന്നെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ഞാൻ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഒരാൾക്ക് ചാറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് കണ്ടില്ലേ, ഓട്ടോമാറ്റിക് റിപ്ലൈ, കമൻറ്റ്, DM, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കലണ്ടർ ബുക്കിംഗ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് സ്റ്റാഫിന് ആക്സസ് കൊടുക്കുക, അതേപോലെ തന്നെ ഒരു ക്ലൗഡ് സ്റ്റോറേജ്, മീൻസ് നമ്മൾ ഫയലും ഫോൾഡറൊക്കെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനത്തെ എല്ലാം കൂടി ഓപ്ഷനായിട്ടുള്ള ഒരു കോംബോ ആണ് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്ര വരുന്നത് വെച്ചെങ്കിൽ, ഒന്നത് ഫസ്റ്റ് ഉണ്ടല്ലേ, മന്ത്ലി പ്ലാനാണ് ഇത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ഇവിടുത്തെ 49 ഖത്തർ റിയാലാണ്, നാട്ടിൽ ഏകദേശം 1000 റുപ്പീസ് സംതിങ് ആണ് വരിക. അപ്പോൾ ഇത് ഫസ്റ്റിൽ ഒരു 2 മാസം ഫ്രീ ഉണ്ട്, മീൻസ് ഇത് നമ്മൾ പേ ടുഡേ ആൻഡ് എൻജോയ് 2 മന്ത് ഫ്രീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മീൻസ് ആരെങ്കിലും വന്ന് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മാസം ഫ്രീ കൊടുക്കും. മീൻസ് 3 മാസത്തേക്കാണ് ഈ 49 റിയാൽ വരുള്ളൂ. അപ്പോൾ അതിൽ അൺലിമിറ്റഡ് കമൻറ്റ് റിപ്ലൈ ആണ്. പിന്നെ ചില സർവീസുകൾ ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റഡ് റിപ്ലൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 49 ഖത്തർ റിയാലിന് 3 മാസം അവർക്ക് കിട്ടും. 2 മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പരിചയമാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇവർ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ, മീൻസ് 6 മാസത്തേക്ക് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 150 റിയാൽ കൊടുത്താൽ മീൻസ് ഒരു മാസത്തേക്ക് 49 ആണല്ലോ വരുന്നത്. പക്ഷേ ഈ 3 മാസത്തെ പൈസ കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, 6 മാസം പർച്ചേസ് ചെയ്യാം. അതിവിടെ നമ്മൾ ഇത് ടിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ കണ്ടില്ലേ 199 ആവും. അതേപോലെ തന്നെ ഇനി ഒരു വർഷത്തേക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ 300
എക്സ്ട്രാ പേ ചെയ്താൽ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ 1 വർഷത്തേക്ക് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യുക 349. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് സർവീസും, ഇതാണ് അതിൻ്റെ പേയ്മെൻറ്റ് പ്ലാനും. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കസ്റ്റമർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ഇതേപോലെ ഇപ്പം നിങ്ങളെ പേജിൽ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പിന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ഫീഡിൽ കുറേ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അവരൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ ആൾക്കാർക്ക് അവർക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. ഒന്നുകിൽ ഇങ്ങനെ കമ്പനികൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് അയക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇതിൽ ഇവിടെ കണ്ടില്ലേ, ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഹായ്, ഹൗ ആർ യു, ഐ ആം നവാസ് ഫ്രം, നിങ്ങളെന്താണ് നിങ്ങളൊരു പേഴ്സണലായിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പറഞ്ഞാൽ മതി. വി ക്യാൻ automate our Insta comment reply. Do you like to try it? ജസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. നിങ്ങൾ ഫസ്റ്റിൽ എന്ത് ചെയ്താൽ മതി, ഒരു പ്രാവശ്യം ഒരു സേവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഇത് ജസ്റ്റ് എന്താണ് നമുക്കൊരു പിന്നെ എന്താണ് ഒരു ബന്ധം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതും കൂടി ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ അയച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ചിലപ്പോൾ നമ്മളൊരു 25 ആൾക്കാർക്കോ അല്ലെങ്കിൽ 30 ആൾക്കാർക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ 1-2 ആൾക്കാർ റിപ്ലൈ ചെയ്യും, എന്താണ് അതിനെക്കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വേറെ എന്താണ്, ഇങ്ങനെ ആഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ പോസ്റ്റാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പരസ്യം വരുമല്ലോ ഇതിൻ്റെ അടിയിൽ, അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതൊക്കെ ആഡ് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ആഡ് കൊടുത്ത ആൾക്കാർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. കാരണം എന്താണെങ്കിൽ ഈ ആഡ് കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് പിന്നെ ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഉപകാരമായിക്കാരം. ഓക്കെ, റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ, അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ ഇപ്പോൾ ഏകദേശം 189 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവരിപ്പോൾ ഓൾറെഡി ചിലതിലൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ചിലതിലൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, അപ്പോൾ ഇതിലൊന്നും ഓൾറെഡി ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവർക്ക് പിന്നെ ബിസിനസ് കൂടാനും പിന്നെ അവരെ ഈ പേജ് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർവീസ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ എന്ത് ചെയ്യും, ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അയക്കാം. ഓക്കെ, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ചോദിക്കട്ടോ. താങ്ക് യു.